ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ പ്രൊഫൈലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും കേട്ടോ. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ ഒരു മെസ്സേജിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, പ്രൊഫൈൽ മെസ്സേജ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ കൂടി ചിലപ്പം പ്രൊഫൈലിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. യെസ്, അതായത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു അർജൻറ്റ് ആക്ഷൻ റിക്വയർഡ് അല്ലാത്ത തരം മെസ്സേജുകൾ ചുമ്മാ നിങ്ങളുടെ മെസ്സേജ് സെക്ഷനിൽ പ്രൊഫൈൽ മെസ്സേജ് സെക്ഷനിൽ മാത്രമേ കാണുകയുള്ളൂ. എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഫോണിൽ മെസ്സേജ് വരികയുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, സോ ആ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ലിസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഷോർട്ട് ലിസ്റ്റ് ആകപ്പെട്ട ആൾക്കാർക്ക് മിക്കവാറും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, വൺ ടൈം വെരിഫിക്കേഷനാണ് അല്ലേ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. സോ നിലവിൽ എൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് വേറൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു OTV സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും വെരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വീണ്ടും വെരിഫിക്കേഷന് വേണ്ടി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, സാർ എൻ്റെ BTech സർട്ടിഫിക്കറ്റ് മുഴുവൻ വെരിഫൈ ചെയ്തതാണ്, ഇനി എനിക്ക് വീണ്ടും വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ടാകുമോ, ഇനി വീണ്ടും ഞാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആൻസർ പോലെയാണ് ഈ ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മെസ്സേജ് പോയി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, യു ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഷോർട്ട് ലിസ്റ്റ് ഫോർ സെലക്ഷൻ ടു ദി പോസ്റ്റ് ഓഫ് ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കാറ്റഗറി നമ്പർ 306/2022 അല്ലേ, in technical education department published on 7/2/2024. 7-ാം തീയതി ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. യെസ്, അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിൻസ് യുവർ, അത് അടുത്താണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്, സിൻസ് യുവർ ക്ലെയിംസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് പെർട്ടൈനിങ് ടു ദി എബവ് സെലക്ഷൻ ഹാസ് ഓൾറെഡി ബീൻ വെരിഫൈഡ്. നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലെയിമുകളും മുകളിൽ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലെയിമുകളും ക്വാളിഫിക്കേഷൻസും നിങ്ങൾ ഓൾറെഡി വെരിഫൈ ചെയ്തതുകൊണ്ട് യു ആർ നോട്ട് റിക്വയർഡ് ടു അപ്പിയർ പേഴ്സണലി ഫോർ ദി വൺ ടൈം വെരിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ വൺ ടൈം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എത്തിച്ചേരേണ്ടതില്ല. ഓക്കെ, അതാണ്. If required, separate intimation will issue to you for appearing verification later. ഇനി അഥവാ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്, എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ വീണ്ടും മെസ്സേജ് വഴി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കൺഫർമേഷൻ കിട്ടിയല്ലോ അല്ലേ. നിലവിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയവർക്ക് വീണ്ടും ഇപ്രാവശ്യത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെരിഫിക്കേഷന് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു അറിവ്. സപ്പോസ് എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ പുതുതായിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ അവർ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ദെൻ ഇതിൽ വേറെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. സോ നിലവിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്